ഓക്കെ, സംശയകരമായ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഉടൻ തന്നെ ഓഫീസിൽ അറിയിക്കണം. സർ, നമ്മൾ പേടിക്കുന്നതിലോ ഒന്നുമില്ല. ഈ സമയം വരെയും സിറ്റിയിൽ ഒരിടത്തും ബ്ലാസ്റ്റ് നടന്നിട്ടില്ല. താങ്ക് ഗോഡ്. സർ, എനിക്ക് തോന്നുന്നു ഈ റാസ്കൽ നമ്മൾ മുഴുവൻ ഫൂളാക്കിയതാണെന്ന്. മുരിങ്ങൂര് 10 ദിവസം ധ്യാനം കൂടിയാ ഞാൻ എൻ്റെ വലി നിർത്തിയത്. എന്നെയാണ് നീ വലിപ്പിച്ചത്. ആനന്ദേ, സർ, ഈ മോനെ വേറൊന്നും ചെയ്യണ്ട, അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്ക്. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ് സാറേ. ഇനി മേലാൽ നീ ഇതുപോലെ സത്യം പറയരുത്. സർ, കൺട്രോൾ റൂമിൽ നിന്നൊരു മെസ്സേജ് ഉണ്ട്. എന്താ മെസ്സേജ്? കുറച്ചു മുമ്പ് ഒരുത്തം വിളിച്ച് ബസ് സ്റ്റാൻഡിനടുത്തുള്ള ബേസ് ഗാരേജിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഇൻഫർമേഷൻ തന്നായിരുന്നു. ആരാ വിളിച്ചത്? പേര് പറഞ്ഞില്ല, അനോണിമസ് കോൾ ആയിരുന്നു. എന്നിട്ട് അവിടേക്ക് ഫോഴ്സ് മൂവ് ചെയ്തോ? മനുഷ്യരില്ലാത്ത ബേസ് ഗാരേജിൽ എന്തിനാണ് സർ ബോംബ് വെക്കുന്നത്? റോങ് ഇൻഫർമേഷൻ ആയിരിക്കും. ആ നമ്പർ ബേസ് ഗാരേജ് റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും. ഇതവനാണ് ഈ ഗെയിമിൽ നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി സ്കോർ ചെയ്യുന്നവൻ. ഈ കേസിലെ മിസ്റ്ററി ഫാക്ടർ. ഐ വാണ്ട് ഹിം. പബ്ലിക്കിനെ ഇങ്ങോട്ട് കടത്തിവിടാൻ നോക്കണം. സർ, സർ, Get him. സർ, ഈ ആൾക്കൂട്ടത്തിൽ അവനുണ്ട്. Come on. ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിലപ്പെട്ട ടെററിസ്റ്റ് ഹണ്ടിംഗ് ആണ് ഇന്നിവിടെ നടന്നത്. വളരെ ബുദ്ധിപരമായ ഒരു സ്ട്രാറ്റജിക് അപ്രോച്ചിലൂടെയാണ് നമ്മൾ ഈ ടെററിസ്റ്റുകളെ പിടികൂടിയത്. മൂന്നാമത്തെ തീവ്രവാദിയെ കുറിച്ച് ഇതുവരെ ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. കൊച്ചിയിലെ മിഷൻ കഴിഞ്ഞ് വൈപ്പിൻ ഹാർബറിലുള്ള ജയ്ഹിന്ദ് എന്ന ട്രോളറിൽ എസ്കേപ്പ് ചെയ്യാനായിരുന്നു ടെററിസ്റ്റ് പദ്ധതി.
സെയ്ദിനെ വൈപ്പിൻ ഹാർബറിൽ നിന്നും പോലീസ് ടീം ക്യാച്ച് ചെയ്യുകയായിരുന്നു. തീവ്രവാദികളിൽ മുനീർ എന്ന വാണ്ടഡ് ക്രിമിനൽ സൂയിസൈഡ് ബോംബറായി. വളരെ ടാക്ടിക്കലായിട്ടാണ് ഇന്റലിജൻസ് മുനീറിന്റെ പ്ലാൻ പൊളിച്ചതും അവനെ പിടികൂടിയതും. ആന്റണി ഐസക് സാറിന്റെ നേതൃത്വത്തിലുള്ള ടീമിനാണ് ഈ ഓപ്പറേഷന്റെ മുഴുവൻ കഴിച്ചത്. പപ്പയല്ലേ ശരിക്കും ടെററിസ്റ്റുകളെ പിടിച്ചത്? അപ്പോ പപ്പയല്ലേ ശരിക്കും ഹീറോ? പിന്നെന്താ ആനന്ദങ്ങളാ ടി വി കാണിക്കുന്നത്? പപ്പയല്ല ടെററിസ്റ്റുകളെ പിടിച്ചത്. ആ ടെററിസ്റ്റുകളെ പിടിച്ചതേ വേറൊരു അങ്കിളാ. ആ അങ്കിളാണ് ശരിക്കും ഹീറോ. എന്നിട്ടെന്താ ആംഗ്ലൂ ടി വി വരാത്തത്? ആ അങ്കിളിന് ചിലപ്പോ ഇതുപോലത്തെ പോപ്പുലാരിറ്റി ഒന്നും ഇഷ്ടമായിരിക്കില്ല. എന്നിട്ട് ഹീറോ അങ്കിൾ ഇപ്പൊ എവിടെയാ? ജനസമ്പർക്ക പരിപാടിക്കിടയിലുണ്ടായ കല്ലേറിൽ തലയ്ക്ക് പരിക്കേറ്റ മുഖ്യമന്ത്രിയെ അല്പസമയത്തിനകം ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. കേരള ജനതയെ ഞെട്ടിച്ച ഈ സംഭവം നടന്നിട്ട് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടുവാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. യവന്മാര് പറയണേട്ടതൊന്നും കല്ലെറിഞ്ഞാൽ നമ്മള് പാകരിട്ട് നടക്കുകയാണ്. എന്തൊക്കെയായാലും ഈ കേസിൽ ഡിപ്പാർട്ട്മെന്റിന് ശുഷ്കാന്തി കുറവുണ്ട് സാർ. അധികം ശുഷ്കാന്തിക്കണ്ടെന്നാ മോളിൽ നിന്നുള്ള ഓർഡർ. അന്വേഷിച്ച് പിടിച്ച് ചെല്ലുമ്പോ എറിഞ്ഞത് കൂടെയുള്ളവർ തന്നെയാണെങ്കിലേ നാറുകളുടെ എല്ലാരും അതുള്ളതാ. എന്നാലും ആരായിരിക്കും സാറെ കല്ലെറിഞ്ഞേക്കണത്? ആരാണെങ്കിലും അവന് എന്റെ കൈ കിട്ടിയാണ്ടല്ല. അമ്മച്ചിയാണ് ഞാൻ ഒരു സല്യൂട്ട് വെച്ചു കൊടുക്കും. പിന്നല്ലാതെ യോ മാർക്കറ്റൊക്കെ ഒരു എയർ വെച്ചു കൊടുക്കണമെന്ന് മനസ്സിൽ വിചാരിക്കാത്ത ഏതെങ്കിലും പോലീസുകാരുണ്ടോ ഇവിടെ? നീ എന്താടാ ഇവിടെ? പ്രസവത്തിന് വന്നാ സാറേ. ആര്? നീയാ? നീയല്ലടാ സി എമ്മിനെ കല്ലെറിഞ്ഞത്? സത്യം പറയടാ, നീയല്ലേ സി എമ്മിനെ കല്ലെറിഞ്ഞെന്ന്? സാറേ സി എം സാർ ഒന്നുകൂടി വരട്ടിയിരുന്നെങ്കിൽ ആ കല്ലെറിഞ്ഞത് അവനാണെന്ന് അവൻ തന്നെ സമ്മതിച്ചേനെ. വരുന്നുണ്ടല്ലോ പടങ്ങള്. കുറച്ച് ദിവസത്തേക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നു. പ്ലീസ് പ്ലീസ് എല്ലാവരും അവിടെ നിൽക്കണം. കല്ലെറിഞ്ഞത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണെന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് സി എമ്മിന് പറയാനുള്ളത്? പ്ലീസ് സി എമ്മിന് അധികം സ്ട്രെയിൻ പാടില്ല, സംസാരിക്കാൻ പാടില്ലെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നീങ്ങി മാറിയേ. എന്താ പേര്? ദുർഗാ പ്രസാദ്. ഓ നല്ല ദിനം വരുമെന്ന പ്രതീക്ഷകൾ നെഞ്ചോരം ചേർത്തു പിടിച്ചൊരു സഞ്ചാരം. നാട്ടിലൂടെ കളിയാടിയ